മോർണിംഗ് ഇന്ന് ഫെബ്രുവരി 22 ഞായറാഴ്ചയാണ്. കുംഭം 10. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ന്യൂസ് ബ്രേക്സിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇന്നലെ അസാധാരണമായ ഒരു രക്ഷാദൌത്യത്തിനാണ് കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത്. ഒരാഴ്ചയിലേറെയായി കലൂർ സ്റ്റേഡിയത്തിന് സമീപം മെട്രോ റെയിലിന്റെ തൂണിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ രക്ഷിച്ചു. ആദ്യ 2 ശ്രമം പാളിയതോടെ രാത്രി 12 മണിക്ക് ശേഷം അഗ്നിരക്ഷാസേനയും ആനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പുലർച്ചെ 1:30 ലക്ഷ്യം കണ്ടത്. പൂച്ചയെ പള്ളുരുത്തിയിലെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി. ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഈ കൊച്ചിയിലെ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയിരിക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന പൂച്ചയെ റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. വലിയ ശ്രമകരമായൊരു ദൗത്യം തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഒരു പകൽ മുഴുവൻ അതിനുവേണ്ടി അഗ്നിരക്ഷാസേന കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ അത് പൂർണ്ണ തോതിലേക്ക് സാധ്യമായിരുന്നില്ല. തുടർന്നാണ് രാത്രിയിലേക്ക് ദൗത്യം മാറ്റിയത്. ഏകദേശം 11:30 ശേഷം മെട്രോ പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അതിനുവേണ്ടിയുള്ള സമയം തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി വലിയ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 12 മണിയോടുകൂടി ഈ ദൗത്യം ആരംഭിച്ചു. ഏകദേശം 12:40 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്ക്യൂവിന് വേണ്ടി ഒരു സംഘം മുകളിലേക്ക് കയറി. അഗ്നിരക്ഷാസേനയുടെയും അതോടൊപ്പം തന്നെ അനിമൽ റെസ്ക്യൂവിൻ്റെയും സംഘമാണ് പോയത്. ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് ഒരുപക്ഷെ പൂച്ചയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൂടാണ്, ഈ കൂട് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് പിടിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കയറി പരിശോധന നടത്തുന്ന വേളയിൽ തന്നെ ആദ്യം തന്നെ പൂച്ചയെ കണ്ടെത്താൻ സാധിച്ചു. അതിൻ്റെ തൊട്ട് പിന്നാലെ പൂച്ചയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതെന്തായാലും ഏകദേശം 1:15 പൂർത്തിയാവുകയായിരുന്നു. പിന്നെ ഒരു ജീവനോടുള്ള കരുതലായത് കാരണം ഇതിനെങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നായി. അപ്പോൾ ഒരു തവണ വന്നിട്ട് പരിപാടി മടങ്ങി പോകേണ്ടി വന്നു. അപ്പം നമ്മൾ ഇന്നത് തീർച്ചയായിട്ടും മെട്രോയും കൂടെ സഹകരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അന്ന് ആദ്യം വന്ന് നോക്കിയ സമയത്തിന് ലൈനിന് മുകളിൽ പോയേക്കുന്ന കാരണം ഇലക്ട്രിസിറ്റി ഉള്ള കാരണം അത്ര സേഫ്റ്റി അല്ലാത്ത കാരണം കൊണ്ട് ഇത് നിർത്തി വെച്ച ശേഷം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇപ്പോൾ അതിന് ട്രിപ്പ് കൊടുത്ത ശേഷം അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ഒബ്സർവേഷൻ നടത്തും, 2 ദിവസം ഒബ്സർവേഷൻ നടത്തിയ ശേഷം ഭാഗ്യമുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. ജീവനോടെ ഇതിനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം പൂച്ച നന്നായി അവശനായിട്ടുണ്ടായിരുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരാഴ്ചയെ കുടുങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ആശങ്കയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കയെല്ലാം വിരാമം ഇട്ടുകൊണ്ട് പൂച്ചയെ കിട്ടിയ സമയത്ത് കണ്ട ആഹ്ലാദം എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിലായിരുന്നു. ആ ആഹ്ലാദത്തിനെല്ലാം ഒടുവിൽ ഏകദേശം 1:30 ഈ പൂച്ചയുമായിട്ടുള്ള സംഘം ആശുപത്രിയിലേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. തൃശൂർ കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. വൺ വേ ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. 2 ബസ്സുകളിലെ യാത്രക്കാർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഒപ്പം തന്നെ അവിടെ ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നല്ലോ, അതിനിപ്പോൾ അയവുണ്ടായിട്ടുണ്ടോ? രാത്രിയോടുകൂടിയാണ് ക്രിസ്റ്റീന ഇത്തരത്തിലൊരു അപകടം കുന്നംകുളത്ത് വെച്ച് നടക്കുന്നത്. ചെങ്ങന്നൂരിലേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് മറ്റൊരു KSRTC ബസ് അതേ ദിശയിൽ തന്നെ പോവുകയായിരുന്നു. മറ്റൊരു KSRTC ബസ് അത് ബസ്സിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപിലത്തെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു കുട്ടിയിടിയിലേക്ക് പോയതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും 2 ബസ്സിലെയും ഏതാണ്ട് 20ഓളം യാത്രക്കാർക്ക് പരിക്കുണ്ട്. യാത്രക്കാർ പെട്ടെന്ന് തന്നെ ബസ്സിനകത്തേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ബ്രേക്ക് ചെയ്ത് നിർത്തിയത് കൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായത്. ഈ പ്രദേശം കുന്നംകുളത്ത് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. രാത്രി ഏറെ നേരം ആ ഗതാഗത കുരുക്ക് തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ പരിക്കേറ്റ ആളുകളെ എല്ലാവരെയും കുന്നംകുളത്തെ ആശുപത്രികളിലേക്ക് തന്നെയാണ് മാറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് പറയുന്നു. പക്ഷേ ചെറിയ പൊട്ടലും അതുപോലെ തന്നെ ചതവും അടക്കം ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല ആളുകളുടെ എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. ഇക്കാര്യത്തിൽ KSRTC ഒരു അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് അലക്സ് റാം മുഹമ്മദ് ഉണ്ട്. അലക്സ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് വരാൻ നിരവധി വാർത്തകളുണ്ടല്ലോ. ഈ നെടുമങ്ങാട് നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഉണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ വരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന, തെക്കൻ കേരളത്തിൽ ഇന്നും വാർത്താ നിർഭരമായിരിക്കും ഈ പ്രഭാതം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സിസേറിയനിടയിൽ നവജാത ശിശു മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയം ആരോഗ്യവകുപ്പിനെതിരെ വലിയ രീതിയിൽ ആരോഗ്യവകുപ്പിന് പ്രതിരോധം തീർത്തുകൊണ്ട് ആ വിഷയം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ നെടുമങ്ങാട് നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ 3-അംഗ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ബിന്ദു സുന്ദർ, അവിടുത്തെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ്, ഇപ്പോൾ സസ്പെൻഷൻ നടപടി നേരിടുന്ന ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സിസേറിയൻ എപ്പോൾ നടത്തണമെന്ന കാര്യം തീരുമാനിക്കുന്നതിന് കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്ന വേളയിലും ബന്ധുക്കൾ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചതും ഇങ്ങനെയാണ്. സിസേറിയൻ നടത്താൻ കാലതാമസം ഉണ്ടായി എന്ന പ്രതികരണമാണ് ബന്ധുക്കൾ നടത്തിയത്. ആ പ്രതികരണം ശരിവെക്കുന്നു അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വരുന്നത്. മറ്റൊന്ന് ഈ തീരുമാനം കൈക്കൊള്ളാൻ ഡോക്ടർക്ക് കാലതാമസം ഉണ്ടായി. കുഞ്ഞിന് വളർച്ചാക്കുറവുണ്ടായിരുന്നത് ഈ ശസ്ത്രക്രിയയുടെ സങ്കീർണതകൾ വർദ്ധിപ്പിച്ചു എന്നും റിപ്പോർട്ടിലുണ്ട്. അത്തരത്തിൽ അന്വേഷണ വിധേയമായുള്ള സസ്പെൻഷൻ ഈ റിപ്പോർട്ടിന് ശേഷം ഒരുപക്ഷെ മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആലോചിക്കും. ഈ വിഷയത്തിൽ KGMOയുടെ നേതൃത്വത്തിലെ പ്രതിഷേധം തുടരുകയാണ്. അന്യായമായാണ് ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായത്. കാരണം ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആരോഗ്യ സെക്രട്ടറി ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ഇത്തരത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നാണ് KGMO ആരോപിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവർ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയാണ്. അത് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് KGMO നൽകുന്നു. ആ വിഷയം അങ്ങനെ നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ്. നമ്മൾ ഇന്നലെ കണ്ടു ആരോഗ്യ മേഖല തകർന്നെന്നാരോപിച്ച് പ്രതിപക്ഷം ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറി റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. പത്തനംതിട്ടയിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി. ആ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് കണ്ടതാണ്. ഇത്തരം അക്രമ പ്രതിഷേധങ്ങളുടെ പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശമാണെന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് കുത്തകകളായ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും മന്ത്രി ആരോപിക്കുന്നു. മന്ത്രിയെ വഴിയിൽ തടയാനും അക്രമ പ്രതിഷേധം നടത്താനുമാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനമെങ്കിൽ CPIM പ്രതിരോധ കോട്ട തീർക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ DYFIയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാനാണ് സാധ്യത. ഒരുപക്ഷെ യുവമോർച്ചയും BJPയും കൂടി ആ പ്രതിഷേധത്തിലേക്ക് അണിനിരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് സംഘം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് പ്രതിനിധികൾ ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വോട്ടർ പട്ടികയിൽ ഒഴിവായ ആളുകൾ നമ്മൾ കണ്ടു. അതിനുശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എതിർ വോട്ടുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകിയിരിക്കുകയാണ്. അതിനുള്ള പരിശോധന തുടരും. ഇന്നെന്താണെങ്കിലും ഈ കമ്മീഷൻ പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. ഡെപ്യൂട്ടി കമ്മീഷണർമാരും ജൂനിയർ ലെവൽ ഓഫീസർമാരും ഈ യോഗത്തിന് എത്തുന്നുണ്ട്. അവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. SIR നടപടികളുടെ പൂർത്തീകരണവും തെരഞ്ഞെടുപ്പ് നടപടികളുടെ പുരോഗതിയും ഈ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ഈ മാസം അതായത് മാർച്ച് മാസം ആദ്യവാരം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്നും പലയിടങ്ങളിൽ വേനൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതിനാലാണ് ഇത്. ക്രിസ്റ്റീന. ശരി, അലക്സ് രാമഹോദമ്മതാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയനുണ്ട്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാനുണ്ട്. കരുവന്നൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആവേശമായി ഹോം മത്സരവുമുണ്ടല്ലോ. അതെ ക്രിസ്റ്റീന, ഇപ്പോൾ വേനൽ മഴയുടെ ഒരു തണുപ്പ് പൊതുവെ ഉണ്ടെങ്കിലും വാർത്തകളുടെ ചൂടിന് ഒട്ടും തന്നെ കുറവില്ല. ഇന്ന് കരുവന്നൂരിൽ അവിടെ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 13-അംഗ ഭരണസമിതിക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുക. ഈ നിക്ഷേപ തട്ടിപ്പിന് ശേഷം അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഭരണസമിതി, അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത വേളയിൽ അവിടെ ഒരു ഭരണസമിതിയെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 9 മണിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. ഇതിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. 2 അംഗങ്ങൾ ഏകപക്ഷീയമായി തന്നെ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു. LDFന്റെ അംഗങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. ബാക്കി 11-അംഗ ഭരണസമിതിക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് LDFും NDAയും തമ്മിലുള്ള മത്സരം തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കുകയും ചെയ്തു. മറ്റൊന്ന്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വയറ്റിൽ ഏകദേശം 5 വർഷത്തോളം തീരാവേദന അനുഭവിച്ച ഉഷയുടെ കാര്യമാണ്. ആ കത്രിക ഇന്നലെ അമൃത ആശുപത്രിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ ആശ്വാസവുമായി. അതിനുശേഷം ഇപ്പോൾ അവരുടെ ആരോഗ്യനില, ഉഷയുടെ ആരോഗ്യനില അമൃത ആശുപത്രിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേബിൾ ആണ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നത്. ശേഷം ആ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ഇനി എപ്പോൾ വീട്ടിലേക്ക് വിടണം എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും അന്ന് അവിടെ ഗൈനക്കോളജി ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ അമ്പലപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കേസിന്റെ നടപടികളിലേക്ക് കൂടി ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായത് ഇന്ന് ഹോം മത്സരം കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ വളരെ നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. കാരണം GCDA ഒരു തുക ഇപ്പോൾ കല്ലൂർ സ്റ്റേഡിയത്തിന് വേണ്ടി തീരുമാനിക്കുന്നു. അത് ആദ്യം 2 ലക്ഷമാണ് എന്നുള്ളത് അധ്യക്ഷൻ തന്നെ പറയുന്നു. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് 4.2 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം വരെ ആ നാടകീയത നിൽക്കുന്നു. അതായത് കളി നടക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നു. പിന്നീട് GCDAക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുകയും ഈ 4,20,000 രൂപയ്ക്ക് ഇപ്പോൾ സ്റ്റേഡിയം വിട്ടു നൽകാം എന്നുള്ള തീരുമാനവുമായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു 25 ലക്ഷം രൂപ കൂടിയാണ് GCDA ചോദിച്ചിരിക്കുന്നത്. അത് ഈ ആഴ്ച തന്നെ കെട്ടിവെക്കണം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഉപാധികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കളി നടത്താം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഇറക്കി വിടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫീസ് പൂട്ടുന്നു തുടങ്ങിയിട്ടുള്ള രംഗങ്ങളൊക്കെ കണ്ടതാണ്. അതിനുശേഷമാണ് ഇന്നലെ ഒരു 7 മണിയോടുകൂടി ഒരു സമവായ ചർച്ച രൂപപ്പെടുകയും അതിനുശേഷം ഈ ഒരു തുകയ്ക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:30 മുംബൈ FC-യുമായിട്ടുള്ള ഹോം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലിയ ഗതാഗത നിയന്ത്രണം ആ സമയത്ത് നഗരത്തിലുണ്ടാവുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയനാണ് മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ വിശദാംശങ്ങളുമായി ചേർന്നതിന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുകയാണ്. അജി, വെരി ഗുഡ് മോർണിംഗ്. ഒരു വേനൽ മഴയ്ക്ക് ശമനമായിട്ട് ഇന്നലെ രാത്രി പെയ്ത ഒരു മഴ, അത് ഒരു ചെറിയ തണുപ്പൊക്കെ പകരുന്നുണ്ട്. പക്ഷേ എന്നാലും വാർത്തകൾ ചൂടുപിടിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽ മഴ കടുത്ത ചൂടിന് ആശ്വാസമായി എത്തിയെങ്കിലും വാർത്തകളുടെ ചൂടിനൊട്ടും ഒരു കുറവില്ല. അതായത് വലിയ തരത്തിലുള്ള വാർത്തകൾ മലബാർ മേഖലയിൽ നിന്നുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡോക്ടർമാരുടെ സമരം തന്നെയാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടർച്ചയായ 5-ാം ദിവസം പിന്നിടുമ്പോൾ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗികൾ അനുഭവിക്കുന്നുണ്ട്. രോഗികൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. UG PG വിദ്യാർത്ഥികളുടെ ക്ലാസുകളെല്ലാം തന്നെയും മുടങ്ങിയിട്ട് 5 ദിവസമായി സമ്പൂർണ്ണമായിട്ടാണ് ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ട സർജറികളെല്ലാം തന്നെയും അത് വീണ്ടും മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 150-ലേറെ സർജറികളാണ് കണക്കുകൾ പ്രകാരം ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സർജറികളുടെ തീയതികളടക്കം മാറ്റുമ്പോൾ രോഗികൾ ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണുള്ളത്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ്, പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട് ഒപ്പം തന്നെ ഉള്ള ജില്ലകളിൽ പ്രധാനപ്പെട്ട പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതുകൊണ്ട് തന്നെ രാവിലെ OPയിലേക്ക് എത്തുന്ന രോഗികൾ വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്, അവധിയായതിനാൽ വലിയ തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെയും OPയിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുകൾ, അതുമാത്രമല്ല ഈ രോഗികൾ വിദൂരങ്ങളിലെത്തിയ രോഗികൾ മടങ്ങിപ്പോകേണ്ട സ്ഥിതികളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർമാരുടെ സമരത്തെ സർക്കാർ ഗൗനിക്കുന്നില്ല, സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് KGM-CTA പ്രധാനമായും പറയുന്നത്. കാരണം ഈ സമരം തുടങ്ങിയിട്ട്, സമ്പൂർണ്ണമായി OP ബഹിഷ്കരണം തുടങ്ങിയിട്ട് 5 ദിവസമായി ഇതുവരെ ഒരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിനോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപവും KGM-CTA ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പുറമെ മെഡിക്കൽ PG വിദ്യാർത്ഥികൾ, അതായത് PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരും കഴിഞ്ഞ ദിവസം ഒരു ധർണയൊക്കെ നടത്തിയിരുന്നു. അതായത് ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ PG ഡോക്ടർമാർക്ക്
ജോലി ഭാരം കൂടുന്നുണ്ട്. അവരുടെ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ വർധന ആവശ്യപ്പെട്ടുകൊണ്ട് അവരും കഴിഞ്ഞ സമരം പ്രമാണിച്ച രോഗവും ക്ഷീണവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും മാറി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ യഥാസമയം ചികിത്സ കിട്ടേണ്ട രോഗികൾക്ക് പലർക്കും ചികിത്സ ലഭിക്കുന്നില്ല. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ വിജയസാധ്യത ഉറപ്പിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് നിർദ്ദേശം. മത്സരിക്കുന്ന സീറ്റുകളിൽ കാര്യമായ മാറ്റമുണ്ടാവില്ല എന്നും CPIM സെക്രട്ടേറിയറ്റ് കീഴ്ഘടകങ്ങളെ അറിയിക്കും. LDF യോഗത്തിന് ശേഷം തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ധാരണയായിട്ടുണ്ട്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. കേരള വികസനം സംബന്ധിച്ച സിംബോസിയങ്ങളും അനുബന്ധ സെഷനുകളും ഉച്ചയോടെ പൂർത്തിയാകും. നവകേരള നിർമ്മിതി, വികസന വെല്ലുവിളികൾ, നയരൂപീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായ പഠന കോൺഗ്രസിൽ 3000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. പരിമിതികളുടെ നടുവിൽ വീർപ്പുമുട്ടിയിരുന്ന കണ്ണൂരിലെ ആനയിടുക്ക് LP സ്കൂൾ ഇനി പുത്തൻ മുഖത്തോടെ കുട്ടികളെ വരവേൽക്കും. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സോയ ഫൗണ്ടേഷൻ 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സ്കൂൾ കെട്ടിടം നടൻ നരേൻ ഉദ്ഘാടനം ചെയ്തു. കാലപ്പഴക്കം ചെന്ന കെട്ടിടവും വിണ്ടുകീറിയ തറയുമായിരുന്നു ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സങ്കടക്കാഴ്ച. എന്നാൽ ആ പരിമിതികളെല്ലാം ഇനി പഴങ്കഥ. വർണ്ണാഭമായ ക്ലാസ് മുറികളും ടൈൽ പാകിയ തറകളും തേച്ചുമിനുക്കി നിറം ചാർത്തിയ ഭിത്തികളുമായി ആനയിടുക്ക് LP സ്കൂൾ ഇന്നൊരു ഹൈടെക് വിദ്യാലയമായി മാറിയിരിക്കുന്നു. എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന്റെ അതൊരു നല്ലൊരു പ്രയോഗമായി. ജാൻസി അങ്ങനെയാണോ? ചില കാര്യങ്ങൾ, ചില സ്വപ്നങ്ങൾ ഞാൻ വിചാരിച്ചു ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ബിൽഡിംഗ് കാണുമ്പോൾ എനിക്ക് കണ്ണുനീരാ വരുന്നത്, സന്തോഷം വരുന്നത്. 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സോയ ഫൗണ്ടേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സ്കൂളുകളെ കണ്ടെത്തിയാണ് സോയ ഫൗണ്ടേഷൻ കൈത്താങ്ങാകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗണപതി വിലാസ് LPS, താവക്കര GUPS എന്നിവയ്ക്ക് ശേഷം ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന 3ാമത്തെ വിദ്യാലയമാണിത്. 2018-ൽ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫൗണ്ടേഷൻ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ സജീവമാണ്. വരും നാളുകളിൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ട്രസ്റ്റി ഡോക്ടർ ഷമാ മുഹമ്മദ് വ്യക്തമാക്കി. 24 കണ്ണൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മീററ്റ് മെട്രോ രാജ്യത്തിന് സമർപ്പിക്കും. ശതാബ്ദി നഗർ നമോഭാരത് സ്റ്റേഷനിൽ നിന്ന് പുതിയ നമോഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. മീററ്റ് സൌത്ത് സ്റ്റേഷനിലേക്ക് നരേന്ദ്രമോദി മെട്രോയിൽ സഞ്ചരിക്കും. തുടർന്ന് 12,930 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിലെ സരായ് കാലെ ഖാൻ, നിസാമുദ്ദീൻ, അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിലെ നമോഭാരത് സർവീസുകളെ ഔദ്യോഗിക ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് രാവിലെ 11-നുണ്ടാകും. സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴ തുടരാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നാസയുടെ ചാന്ദ്ര ദൌത്യം ആർട്ടിമിസ് 2 വീണ്ടും നീട്ടി. ദൌത്യം പ്രതിസന്ധിയിലായത് ഹീലിയത്തിന്റെ ഒഴുക്കിൽ തടസ്സം കണ്ടെത്തിയതിനെ തുടർന്ന്. റോക്കറ്റിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് നാസ. അടുത്ത വിക്ഷേപണ തീയതി ഏപ്രിൽ 1-ന്. 2ാം ബെഡ് ഡ്രസ് റിഹേഴ്സലിനു പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയെന്ന് നാസ അധികൃതർ അറിയിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം മാർച്ച് 6-ന് വിക്ഷേപണമുണ്ടാകില്ല. റോക്കറ്റിലേക്കുള്ള ഹീലിയം വിതരണ സംവിധാനത്തിൽ ഗുരുതര പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. റോക്കറ്റ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് മിഷൻ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ലോഞ്ച് പാഡിൽ നിന്ന് SLS റോക്കറ്റ് അസംബ്ലി യൂണിറ്റിലേക്ക് മാറ്റും. ഫെബ്രുവരി 20-ന് നടത്തിയ ബെഡ് ഡ്രസ് റിഹേഴ്സലിൽ 98 മീറ്റർ ഉയരമുള്ള SLS റോക്കറ്റിൽ അതിശീതീകരിച്ച ദ്രാവക ഇന്ധനം നിറച്ചുള്ള പരിശോധന ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ പൂർത്തിയായിരുന്നു. മാർച്ച് 6-ന് വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു അധികൃതർ. എന്നാൽ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൌത്യം വീണ്ടും പ്രതിസന്ധിയിലായത്. യഥാർത്ഥ ഇന്ധനം ഉപയോഗിക്കുകയും വിക്ഷേപണത്തിന് തൊട്ടുമുൻപ് നിർത്തുന്നതുമായ പരിശീലന കൗണ്ട് ഡൌണാണ് ബെഡ് ഡ്രസ് റിഹേഴ്സൽ.
റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റിന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ആർട്ടിമസ് ദൗത്യത്തിൽ പങ്കെടുക്കുക. 50 വർഷത്തിനു ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യമാണ് ആർട്ടിമസ് 2. ദൗത്യത്തിൽ ചന്ദ്രനിലിറങ്ങാതെ യാത്രികരെയും വഹിച്ചുള്ള ഒറിയോൺ പേടകം ചന്ദ്രനെ വലം വച്ച് ഭൂമിയിലേക്ക് മടങ്ങും. റിസർച്ച് ഡെസ്ക് 24. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലായെന്ന സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ. സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി. കേരള ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ സ്റ്റേഡിയത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. പ്രാഥമിക ഘട്ട പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫുട്ബോൾ അസോസിയേഷൻ 24നോട് പറഞ്ഞു. സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് മത്സരങ്ങൾക്ക് മൈതാനം വിട്ടു നൽകിയതിൽ കോർപ്പറേഷൻ വെട്ടിലായിരുന്നു. മൈതാനത്തെ പുല്ല് കരിഞ്ഞുണങ്ങിയെന്ന പരാതിയിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെ വിളിപ്പിച്ച് സ്റ്റേഡിയം പരിശോധിച്ചപ്പോൾ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്റ്റേഡിയത്തിലെ പുല്ല് കരിഞ്ഞുണങ്ങുകയും പൈപ്പുകൾ പൊട്ടുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മൈതാനം പൂർവ്വസ്ഥിതിയിലാണെന്നാണ് സൂപ്പർ ക്രോസ് ലീഗ് അധികൃതരുടെ അവകാശവാദം. സ്റ്റേഡിയത്തിന്റെ തൽസ്ഥിതി പരിശോധിച്ചു വരികയാണെന്നും ഫുട്ബോൾ അസോസിയേഷൻ. നമ്മളിപ്പോ കണ്ടത് കേരള എന്താ പറയുക, നമ്മുടെ പ്രഥമദൃഷ്ടിയെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. കളിക്ക് പ്ലേയബിൾ കണ്ടീഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 1 ടണ്ണിൽ താഴെ മാത്രം ഭാരമുള്ള റോളറുകളെ മൈതാനത്ത് ഇറക്കാവുന്നിരിക്കെ 80 ടണ്ണോളം ഭാരമുള്ള ടിപ്പർ ലോറികൾ തലങ്ങും വിലങ്ങും ഓടിയതോടെയാണ് മൈതാനത്തിൽ നിന്ന് വെള്ളമൊഴുകി പോകാനുള്ള പൈപ്പുകൾ പൊട്ടിയത്. മണ്ണിന്റെ മൃദുഘടന നഷ്ടമായെന്നും KDFA കണ്ടെത്തിയിരുന്നു. സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലായതോടെ മത്സരങ്ങൾ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ അസോസിയേഷൻ. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.